എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 13ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരിൽ പ്രമുഖരായ VT ഭട്ടതിരിപ്പാടിനെക്കുറിച്ചും കുമാരനാശാനെക്കുറിച്ചുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ കാലഘട്ടം 1896 മുതൽ 1982 വരെ. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഒരുപാട് PSC ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള കൃതി ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഇതൊരു നാടകമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചതെവിടെ? ഇടക്കുന്നി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചതെവിടെയാണ്? ഇടക്കുന്നി. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. എന്താണ്? ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് VT ഭട്ടതിരിപ്പാട്. എന്താണ്? യുവജന സംഘം. യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. അപ്പോൾ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏക സമ്മേളനം ഏതായിരുന്നു? 1921 അഹമ്മദാബാദ് സമ്മേളനത്തിലാണ് VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തത്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ യാത്രയാണ് യാചനായാത്ര. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ എവിടെ മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ. യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് യാചനയാത്ര നടത്തിയത്. 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ യാത്രയാണ് യാചനയാത്ര. യാചനയാത്ര നടത്തിയ വർഷം എന്നാണ്? 1931. വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. യാചനയാത്ര വർഷം എന്നാണ്? 1931. കുടുക മുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുടുക മുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്ര വിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഏത് ജാഥയാണ്? സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഏത് ജാഥയാണ്? സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ, കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. വർഷം എന്നാണ്? 1970.
എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വാക്കുകൾ? വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ഒരു വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ആരുടെ വാക്കുകളാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ. വി.ടി. ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982 ഫെബ്രുവരി 12. വി.ടി. ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982 ഫെബ്രുവരി 12. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. അപ്പോൾ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞത് ആരാണ്? അത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. എന്നാൽ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് സി കേശവനാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ആരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പോൾ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് എന്തിൻ്റെ മുദ്രാവാക്യമാണ്? യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. അപ്പോൾ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരി മാസികയും യോഗക്ഷേമ മാസികയും. അപ്പോൾ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ ഏതൊക്കെയാണ്? ഒന്ന് ഉണ്ണി നമ്പൂതിരി മാസിക, രണ്ടാമത്തേത് യോഗക്ഷേമ മാസിക. യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനത്തിലാണ്. 1933 പേരമംഗലം സമ്മേളനത്തിലാണ്. അപ്പോൾ പേരമംഗലം സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1933 പേരമംഗലം സമ്മേളനം. 1933 പേരമംഗലം സമ്മേളനം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രമുഖ രചനകൾ ഏതൊക്കെയാണെന്ന് ഇനി നമ്മൾക്ക് നോക്കാം. കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, കരിഞ്ചന്ത, രജനീരംഗം, പോംവഴി, എൻ്റെ മണ്ണ്, കാലത്തിൻ്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇതൊക്കെ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പ്രമുഖ രചനകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ 2 ക്വസ്റ്റ്യൻ ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന പ്രമുഖനായ നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ കാലഘട്ടം 1873 മുതൽ 1924 വരെ ആയിരുന്നു. കുമാരനാശാന്റെ കാലഘട്ടം 1873 മുതൽ 1924 വരെ. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12. കുമാരനാശാൻ ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. കുമാരനാശാൻ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. അച്ഛൻ്റെ പേര് നാരായണൻ, അമ്മയുടെ പേര് കാളി.
അച്ഛൻ്റെ പേര് നാരായണൻ, അമ്മയുടെ പേര് കാളി. കുമാരനാശാന്റെ കുട്ടിക്കാലത്തെ പേരാണ് കുമാരു. കുമാരനാശാന്റെ കുട്ടിക്കാലത്തെ പേരാണ് കുമാരു. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരെയാണ്? കുമാരനാശാനെയാണ്. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. എന്താണ്? ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുമാരനാശാനെയാണ്. കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. വെയിൽസ് രാജകുമാരൻ. എന്താണ്? കുമാരനാശാന് എവിടെ നിന്ന്? മദ്രാസ് സർവകലാശാലയിൽ നിന്നും. മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആരാണ്? വെയിൽസ് രാജകുമാരൻ. കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1913. കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1913. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് കുമാരനാശാൻ. വർഷമെന്നാണ്? 1973. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? അത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. കുമാരനാശാൻ എഡിറ്ററായ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. കുമാരനാശാൻ എഡിറ്ററായ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. കുമാരനാശാന്റെ പത്രാധിപത്യത്തിൽ വിവേകോദയം ആരംഭിച്ച വർഷം 1904. കുമാരനാശാന്റെ പത്രാധിപത്യത്തിൽ വിവേകോദയം ആരംഭിച്ച വർഷം 1904. പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപരാണ് കുമാരനാശാൻ. ഇപ്പം മാസികയുടെ പേരെന്താണ്? പ്രതിഭ. പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ ആണ് കുമാരനാശാൻ. കുമാരനാശാൻ സ്ഥാപിച്ച പുസ്തകശാലയാണ് ശാരദ ബുക്ക് ഡിപ്പോ. കുമാരനാശാൻ സ്ഥാപിച്ച പുസ്തകശാലയാണ് ശാരദ ബുക്ക് ഡിപ്പോ. കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? AR രാജരാജവർമ്മ. എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിൽ ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ്. എന്താണ്? എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിൽ എങ്ങനെ തർജ്ജമ ചെയ്തു? ശ്രീബുദ്ധ ചരിതം. ശ്രീബുദ്ധ ചരിതം. എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിൽ ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്ത നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ കവിയാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ അവസാനത്തെ കൃതിയാണ് കരുണ. കുമാരനാശാന്റെ അവസാനത്തെ കൃതിയാണ് കരുണ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ. മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ഡാല ഭിക്ഷുകി. ഇതാണ് മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ഡാല ഭിക്ഷുകി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. ഇതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകനാണ് കുമാരനാശാൻ.
അപ്പോൾ വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ അല്ലേ. അപ്പോൾ കുമാരനാശാന്റെ അവസാനത്തെ കൃതിയും ഏതു തന്നെയായിരുന്നു? കരുണ തന്നെയായിരുന്നു. അപ്പോൾ വഞ്ചിപ്പാട്ടിന്റെ വൃത്തം ഏതാണ്? നദോന്നതയാണ്. വഞ്ചിപ്പാട്ടിന്റെ വൃത്തം നദോന്നതയാണ്. അടുത്ത മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ഡാല ഭിക്ഷുകി. അതേപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞതും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പാടിയതും ആരു തന്നെയാണ്? കുമാരനാശാൻ തന്നെയാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ. എന്താണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ. കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് ആരാണ്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് നവോത്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാം, അതേപോലെ തന്നെ മലയാളത്തിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാം. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ജൈനിമേട്. പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വെച്ചിട്ടാണ് കുമാരനാശാൻ വീണപൂവ് എഴുതിയത്. വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസികയാണ് മിതവാദി. വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസികയാണ് മിതവാദി. മിതവാദിയിൽ ആദ്യമായി അച്ചടിച്ചു വന്നത് എന്തൊക്കെയാണ്? വീണപൂവും അതേപോലെ ഒ ചന്തുമേനോന്റെ ജീവചരിത്രവുമാണ്. വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാപോഷിണിയിലാണ്. വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാപോഷിണിയിലാണ്. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായിരുന്നത് കുമാരനാശാൻ. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായിരുന്നത് കുമാരനാശാനാണ്. റെഡിമീർ ബോട്ടപകടത്തിൽ മരിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. റെഡിമീർ ബോട്ടപകടത്തിൽ മരിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. എന്നാണ് 1924 ജനുവരി 16. കുമാരനാശാൻ മരിച്ചത് എന്നാണ്? 1924 ജനുവരി 16. റെഡിമീർ ബോട്ടപകടം നടന്ന ജലാശയം പല്ലനയാർ. റെഡിമീർ ബോട്ടപകടം നടന്ന ജലാശയം ഏതാണ്? പല്ലനയാർ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. MK സാനുവിന്റെ മൃത്യുഞ്ജയം കാവ്യഗീതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? കുമാരനാശാന്റെ. എന്താണ്? MK സാനുവിന്റെ മൃത്യുഞ്ജയം കാവ്യഗീതം എന്നത് ആരുടെ ജീവചരിത്രമാണ്? ആരുടെ ജീവചരിത്രമാണ്? കുമാരനാശാൻ. കുമാരനാശാന്റെ ജീവചരിത്രമാണ് മൃത്യുഞ്ജയം കാവ്യഗീതം. അപ്പോൾ ആരാണ് ഇത് എഴുതിയത്? MK സാനു. കുമാരനാശാൻ എന്ന ജീവചരിത്രം എഴുതിയത് K സുരേന്ദ്രൻ. കുമാരനാശാൻ എന്ന ജീവചരിത്രം എഴുതിയത് K സുരേന്ദ്രൻ. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ്. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യമാണ് പ്രരോദനം. എന്താണ്? AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യമാണ് പ്രരോദനം. അതേപോലെ തന്നെ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം.
കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതി. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചതാരാണ്? ഡോക്ടർ ലീലാവതി. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ആരാണ്? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതി ഏതാണ്? മനുഷ്യ കഥാനുഗായികർ. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതിയാണ് മനുഷ്യ കഥാനുഗായികർ. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരൻ. ഇതാണ് വിപ്ലവത്തിന്റെ കവി, നവോത്ഥാനത്തിന്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ്? തായാട്ട് ശങ്കരൻ. ഇനി കുമാരനാശാന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീണപൂവ്, വനമാല, മണിമാല, പുഷ്പവാടി, ശങ്കരശതകം, ഭക്തവിലാപം, കളകണ്ഠഗീതം, നളിനി, ലീല, ശ്രീബുദ്ധചരിതം, സിംഹപ്രസവം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ. കുമാരനാശാന്റെ നാടകങ്ങളാണ് വിചിത്ര വിജയം, മൃത്യുഞ്ജയം. കുമാരനാശാന്റെ നാടകങ്ങളാണ് വിചിത്ര വിജയം, മൃത്യുഞ്ജയം. താങ്ക് യു.